സകലത്തെ അവൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്ന കർത്താവ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാവങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ സകല ജനത്തെയും ഹല്ലേലൂയ ആ വചനത്തിൽ ഉളവാക്കിയവനും സകലത്തെ അവൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനുമായ കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ഹല്ലേലൂയ ആ ശക്തിയുള്ള വചനത്തിന് കീഴിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണുവാൻ തക്കവണ്ണം കഴിയും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനത്തിൻ്റെ ശക്തിയാണ് ഹല്ലേലൂയ ഇന്ന് ഈ ലോകം മുഴുവൻ നിൽക്കുന്നത്. ഇന്നത്തെ ഈ ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും സകല മനുഷ്യവർഗങ്ങളും എല്ലാം നിലനിൽക്കുന്ന വചനമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ലെന്നാണ് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ ലോകമെല്ലാം മാഞ്ഞു മറിഞ്ഞു പോകും. ഹല്ലേലൂയ മനുഷ്യരെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോകും. എന്നാലും ഹല്ലേലൂയ അവൻ്റെ വചനത്തിനൊരിക്കലും മാറ്റമില്ല. എൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും ഹല്ലേലൂയ ഓരോ വ്യക്തിയിലും നിറവേറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ ദൈവത്തിന് എപ്പോഴും ആഗ്രഹം ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ സമയം അടുത്തിരിക്കുന്നതുകൊണ്ട് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരെന്നാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗ്യ പദവി ഹല്ലേലൂയ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ഈ തിരുവചനം ഹല്ലേലൂയ എല്ലാ ആഴ്ചയിലും പ്രസംഗിക്കുവാൻ ദൈവം പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ ഇത് വായിക്കണം, വായിച്ച് കേൾപ്പിക്കണം, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കണം. ഈ ചെയ്യുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ ലോകത്തിൽ ഒത്തിരി ഭാഗ്യവാന്മാരുണ്ട്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഒരു തനവാറിൽ ലാസർ ഉണ്ടായിരുന്നു. എല്ലാവരും ലോകത്തിലുള്ളവരെല്ലാം പറയുമോ അവർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് എന്തിനാ കുറവ്, ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ BMW കാറുണ്ട്, എല്ലാം ഉണ്ട്, അപ്പോൾ അവർ വലിയ ഭാഗ്യവാന്മാരാണെന്ന് പറയും. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് യാതന സ്ഥലത്തേക്കാണ് പോയെന്നും. ആ യാതന സ്ഥലത്തേക്ക് ചെന്നതുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും അവന് ഓർക്കുവാൻ കഴിഞ്ഞില്ല. അതേസമയം ആ ദരിദ്രനായി അവരുടെ വീടിൻ്റെ പടിക്കൽ കിടന്നായ ആ വ്രണം പട്ടി നക്കുകയും ആ എച്ചിൽ തിന്നുകയും ചെയ്തിരുന്ന ആ ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ഇരുന്നപ്പോഴാണ് പറയുന്നത് ഹല്ലേലൂയ ആ ലാസറിനെ ഇങ്ങോട്ടൊന്ന് വിടണേ. ഹല്ലേലൂയ അവൻ്റെ വിരലിൻ്റെ അഗരം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് ഇങ്ങോട്ട് വിടണം. ഞാൻ ഈ യാതനാ സ്ഥലത്ത് കിടന്ന് ഹല്ലേലൂയ വേദന അനുഭവിക്കുകയാണെന്ന്. അപ്പോൾ അവൻ കിടക്കുന്നത് യാതനാ സ്ഥലമാണെന്ന് അവൻ്റെ ആ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ നമ്മളിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ തേജസ് നമ്മളെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ പ്രകാശത്തിൻ്റെതായ അനുഭവത്തിൽ ജീവിപ്പാൻ തക്കോണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ നമുക്ക് ഇപ്രകാരം ഒരു പാട്ടുകാരനുണ്ട്, എപ്പോഴും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെല്ലാം ഹല്ലേലൂയ ആ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി നിൽക്കുവാൻ തക്കോണം ഹല്ലേലൂയ എപ്പോഴും കർത്താവിനെ സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റിക്കൊണ്ട് ഹല്ലേലൂയ നിൽക്കുന്ന ഒരു പാട്ടിനെ കുറിച്ച് ഹല്ലേലൂയ ഇപ്രകാരം പറയുന്നുണ്ട്. ആ പാട്ട് നമുക്ക് പാടാം. Praise him, hallelujah. Tell of his excellent greatness, hallelujah. ആ പാട്ട് ഹല്ലേലൂയ നമുക്ക് പാടി സന്തോഷിക്കാം. ഹല്ലേലൂയ. Praise him, Jesus our blessed Redeemer. Sing, oh yes, his wonderful love proclaim. Hail him, highest of angels in glory. To his holy name, like a shepherd, Jesus will guard his children. In his arms he carries them
prophet and priest and king. Christ is coming over the world victorious. Power and glory unto the Lord belong. Praise Him, tell of His excellent greatness. Praise Him, ever in joyful song. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം വരുമാറ്. ഹല്ലേലൂയ. നമ്മുടെ വായിന്നെപ്പോഴും ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ കടന്നു വരുക എന്തൊക്കെയാണ്. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക എന്തൊക്കെയാണ്. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക എന്തൊക്കെയാണ്. ഹല്ലേലൂയ. നമുക്കിടയാക്കി തീർക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ പ്രവൃത്തികൾ നമ്മൾക്കൂടെ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നെന്നറിയാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. ആ മഹിമാതനം എന്താണ് കർത്താവേ? എന്നിലുള്ള ആ മഹിമ എന്താണ് കർത്താവേ? ഹല്ലേലൂയ. അത് വെളിപ്പെട്ട് വരുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ സഹായിക്കുമാറാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ തേജസ് നമ്മളെ ചുറ്റിമിന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 52 മുതലുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. അദ്രവത്വത്തെയും അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് ഹല്ലേലൂയ വ്യർത്ഥമല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം, ഞാൻ എറണാകുളത്ത് ഹല്ലേലൂയ കലൂർ താമസിക്കുമ്പോൾ ഹല്ലേലൂയ പല സ്ഥലങ്ങളിലും തിരുവചനം വിളിച്ച് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ മൈക്കൊക്കെ വണ്ടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് അമ്പലമുകൾ കരിമുകൾ ആ ഭാഗങ്ങളിലെല്ലാം തിരുവചനം വിളിച്ച് പറഞ്ഞു പോകുമായിരുന്നു. ഹല്ലേലൂയ. ആ വചനം പറഞ്ഞു പോകുമ്പോൾ അവിടെങ്ങും മനുഷ്യരോ അല്ലെങ്കിൽ സഭാകളോ ഉണ്ടോയെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഹല്ലേലൂയ. അവിടെ വിളിച്ച് പറഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ തക്കോണം കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ ചോദിക്കും അവർ പറയും കരിമുകൾ ഭാഗത്തുനിന്ന് വന്നു, ചിലർ പറയും അമ്പലമുകൾ ഭാഗത്തുനിന്ന് വന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം ദൈവമക്കൾ ഉണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ്. ഹല്ലേലൂയ. അന്ന് അവിടെങ്ങും ആൾക്കാരോ ആരാധനാലയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ അനേക ഹല്ലേലൂയ ആരാധനാലയങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, കുറേ വർഷങ്ങൾക്ക് മുൻപ് പാലാരിവട്ടം മുതൽ ഹല്ലേലൂയ ഞങ്ങളിങ്ങനെ തിരുവചനവുമായി നിവർത്തി പിടിച്ച് വചനത്തെ കൈവച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അങ്ങനെ തൃപ്പൂണിത്തറ വഴി മേനക വഴിയൊക്കെ വന്നിട്ട് പിന്നെയും പാലാരിവട്ടത്ത് വന്ന് നിൽക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഭാഗങ്ങളിലൊന്നും അങ്ങനെ വലിയ ആരാധനാ സ്ഥലങ്ങളൊന്നും ഉള്ള സ്ഥലമല്ല. തൃപ്പൂണിത്തറയോ അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ ആ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഹല്ലേലൂയ തിരുവചനം വിളിച്ച് പറഞ്ഞുകൊണ്ട് പോയി. ആ ബോങ്കയുടെ ക്രൂസൈഡ് നടന്ന ഒരു സ്ഥലമാണത്. ആ ദേശത്തോടൊക്കെ ഞങ്ങൾ ഹല്ലേലൂയ ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഹല്ലേലൂയ തിരുവചനം പറഞ്ഞുകൊണ്ട് പോയി. ഹല്ലേലൂയ ആ ദേശത്ത് വലിയ കൺവെൻഷൻ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. കാരണം അതിന് സാക്ഷികളായി ഞാനും ആ സ്റ്റേജിലെല്ലാം പാടാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനെല്ലാം ഞങ്ങൾ കുടുംബമായിട്ടെല്ലാം ദൈവയുടെയാക്കി തീർത്തു. ഹല്ലേലൂയ. ആ അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ഒരു മറുപടി ഉണ്ടായി. ഹല്ലേലൂയ. അനേക ദൈവമക്കൾ ഹല്ലേലൂയ ദൈവത്തെ കാണുവാനിടയാക്കി തീർത്ത ഒരു ഭാഗ്യം. ഹല്ലേലൂയ. അതുമാത്രമല്ല, ആ പാലാരിവട്ടത്ത് തന്നെ 8-9 ആരാധന സ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ അന്നൊന്നും അവിടെ ആരാധന സ്ഥലങ്ങളില്ല.
പക്ഷേ ഇന്നവിടെ അനേക സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ഭവനങ്ങളിലും ഒക്കെ ആയിട്ട് ആരാധന ഹല്ലേലൂയ ആരാധനയ്ക്കായി അനേകരും കൂടി ഉണ്ടെന്നുള്ളത് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതാണ് എന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊന്നിനും കഴിവില്ലെങ്കിലും ഹല്ലേലൂയ ഈ തിരുവചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട് ഹല്ലേലൂയ. ആ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ വചനം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ വാഹനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് പോകുമ്പോൾ ഹല്ലേലൂയ അനവധി ആത്മാക്കളെ തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് ഹല്ലേലൂയ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഹല്ലേലൂയ കർത്താവ് തൻ്റെ ജനത്തെ ഹല്ലേലൂയ കൊണ്ടുപോകാനായിട്ട് കടന്നു വരുമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതിൻ്റെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. ആ സകലവും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലതും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനും കീഴ്പ്പെട്ടിരിക്കും. ഇവിടെ തിരുവചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ ആ നിദ്ര കൊണ്ടവരിൽ ആദ്യജാതനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ. നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ. അവൻ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം ഹല്ലേലൂയ. അപ്പോൾ ആ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ ഹല്ലേലൂയ നമുക്കറിയാം ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ആ കാഹളനാദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും ഹല്ലേലൂയ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഹല്ലേലൂയ ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം ഹല്ലേലൂയ. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നതെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും ഹല്ലേലൂയ. മരണം നീങ്ങി ഒരു ജയം ഹല്ലേലൂയ. അപ്പോൾ ആ ദ്രവത്വം കാണാൻ സമ്മതിക്കാത്ത ദൈവം ഹല്ലേലൂയ ഇവിടെ തിരുവചനത്തിൽ പറയുന്നുണ്ട് ഹല്ലേലൂയ. അതിൻ്റെ 35-ാമത്തെ വാക്യം, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണി എത്ര വിതയ്ക്കുന്നത്, ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഒരു വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും കൊണ്ടും തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്തെ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗ്യനെ പോലെ സ്വർഗ്യന്മാരും ആകും. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും ഹല്ലേലൂയ. നമുക്കറിയാം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ഹല്ലേലൂയ മണ്ണുകൊണ്ട് ഹല്ലേലൂയ മനുഷ്യനെ ഉണ്ടാക്കി, മൂക്കിൽ ജീവശ്വാസം ഊതി ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിലുള്ളവരെല്ലാം മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന 2 സഹോദരന്മാർ മരിക്കുന്നത്
മരിച്ചവരെ അടക്കപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കാണുവാൻ ഇടയാക്കി തീർത്തു. കോവിഡ് വന്നാണ് ആ പ്രിയപ്പെട്ടവർ മരിച്ചുപോയത്. ഹല്ലേലൂയ. അവർ മണ്ണുകൊണ്ടുള്ളവരായിരുന്നു, മണ്ണിലേക്ക് അവർ തിരികെ ചേർന്നു. എന്നാൽ സ്വർഗീയന്റെ പ്രതിമ ധരിക്കണമെങ്കിൽ ഹല്ലേലൂയ ആ സ്വർഗീയനെ പോലെ ആകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സ്വർഗീയ തേജസ്സാണ് ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ഉയർപ്പിക്കുന്നത്. ഹല്ലേലൂയ ആ സ്വർഗീയ തേജസ് വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഈ പ്രാകൃത ശരീരം, ബലഹീന ശരീരം, അതെല്ലാം ഹല്ലേലൂയ ഇല്ലാതായിത്തീരും. ഹല്ലേലൂയ അത് ഈ മണ്ണിൽ തന്നെ ലയിക്കും. എന്നാൽ നമുക്കൊരു ശരീരമുണ്ട്, ദൈവ തേജസ്. ഹല്ലേലൂയ ആ തേജസ് അണിഞ്ഞ ഒരു ശരീരം കൊണ്ടാണ് നമ്മൾ ആ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, കടന്നു പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. ഹല്ലേലൂയ ആ സ്വർഗീയൻ്റെ പ്രതിമയും നമ്മൾ ധരിക്കുമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. നമ്മൾ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കോണം തുറക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ നമുക്ക് അതിൻ്റെതായ ആ സ്വർഗീയ അനുഭവങ്ങൾ കാണുവാൻ തക്കോണം കഴിയും. ഒരിക്കൽ ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് ഹല്ലേലൂയ അവരുടെ കുഞ്ഞിപ്പോൾ മരിക്കും, ആ കുഞ്ഞിനെ ഹല്ലേലൂയ മരിക്കുന്നത് എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ദൈവം അവിടെ കണ്ണ് തുറക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ആ മരുഭൂമിയിൽ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അവിടെ കണ്ണിന് മുൻപിൽ ഹല്ലേലൂയ അവിടെ ഒരു വെള്ളം പുറപ്പെടുന്നത് കാണുവാൻ അവൾക്കിടയായിത്തീരുന്നു. അവൾ ആ കുഞ്ഞിനെ മരിക്കുന്നതിന് മുൻപ് ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് ആ വെള്ളം അവൾക്ക് ആ കുഞ്ഞിനെ കൊടുക്കുവാനിടയായിത്തീരുന്നു. അവിടെ കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് മരിച്ചു പോകുമായിരുന്നു. എന്നാൽ അവളെക്കുറിച്ചും അവളുടെ കുഞ്ഞിനെക്കുറിച്ചും ഹല്ലേലൂയ ആ ചിന്തയുള്ള നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അവൾക്ക് വേണ്ടി ആ പുതിയ വഴികളെ തുറന്നു കൊടുക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു നല്ല മുത്ത് വാങ്ങിയ വ്യാപാരിയെക്കുറിച്ച് കാണുന്നുണ്ട്. ആ വ്യാപാരി പറയുന്നത് ഹല്ലേലൂയ എല്ലാം വിറ്റ് ഞാൻ പോയി ആ നല്ല മുത്ത് മേടിച്ചു. ഹല്ലേലൂയ ആ വിലയേറിയ മുത്ത് ഹല്ലേലൂയ വാങ്ങിക്കുവാനിടയിൽ തരുന്നു. നമുക്ക് എന്താണ് വിലയേറിയതായി കാണുന്നത്? ഹല്ലേലൂയ ആ വിലയേറിയത് പോയി വാങ്ങിക്കുവാൻ അവനുള്ള മറ്റുള്ളതെല്ലാം അവൻ ഹല്ലേലൂയ വിൽക്കേണ്ടി വന്നു. ഹല്ലേലൂയ വിറ്റിട്ട് ആ മുത്ത് പോയി വാങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപ ഹല്ലേലൂയ എല്ലാ ദിവസവും ദൈവം നമ്മളെ വഴി നടത്തുന്ന കൃപ എന്നാ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ ആർപ്പോടുകൂടിയാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. ഹല്ലേലൂയ ആ ദൈവകൃപ, ആ ദൈവത്തിൻ്റെ തേജസ് ഹല്ലേലൂയ എത്ര വിലയേറിയതാണെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഒരിക്കൽ യാക്കോബ് കിടന്നുറങ്ങി. ഹല്ലേലൂയ ആ കിടന്നുറങ്ങുമ്പോൾ ഹല്ലേലൂയ ഒരു സ്വപ്നം കണ്ടു. പക്ഷേ അവന് എല്ലാം കാണുവാൻ കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി അവൻ കാണുവാനിടയായിത്തീർന്നു. അവൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. അവിടെ ദൂതന്മാർ നിന്ന് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു, അവിടുന്ന് ഇറങ്ങി വരുന്നു. അവനുമുള്ള മറുപടിയുമായിട്ട് ഇറങ്ങി വരുന്നത്. അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ അവന് കഴിക്കാൻ ആഹാരമില്ല, ധരിപ്പാൻ വസ്ത്രമില്ല, കിടക്കാൻ വീടില്ല. പദ്ദനാരാമിലേക്കാണ് പോകുന്നത്. അവൻ എന്തോ കിട്ടും. ഹല്ലേലൂയ എപ്പോൾ അവിടെ ചെന്ന് ചേരുവാനിടയായിത്തീരും, അവരെ കാണാൻ പറ്റുമോ, ഇതൊന്നും അറിയത്തില്ല. വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം അവൻ്റെ മുൻപിൽ പ്രതികൂലമായി തീർന്നു. ആ പ്രതികൂലമായപ്പോഴും കർത്താവിന് അനുകൂലമായി അവനോട് സംസാരിക്കുന്ന കാണുവാൻ തക്കോണം കഴിഞ്ഞു. ഹല്ലേലൂയ മരുഭൂമിയിൽ കിടന്ന് ഹല്ലേലൂയ അവൻ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവനോട് ദൈവം സംസാരിക്കുക, ഞാൻ നിനക്ക് ധരിക്കാൻ വസ്ത്രവും കഴിക്കാൻ ആഹാരവും നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരുമെന്ന് അവനോട് പറയുമ്പോൾ ഹല്ലേലൂയ അവൻ ദൈവമായിട്ടൊരു തീരുമാനം, ഒരു ഉടമ്പടി ചെയ്യുവാനിടയായി തീർന്നു. കർത്താവേ നീ എന്നോട് സംസാരിച്ചല്ലോ, ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേറെ ഒരു ശബ്ദവും കേൾക്കുവാനില്ല. താനവനെ ഓളി കേൾക്കുന്ന മരുഭൂമിയിൽ കണ്ടെന്ന ഓളി കേൾക്കാൻ അവിടെ വല്ല പക്ഷികളോ ചീവീടോ ഒക്കെ ഒരു ശബ്ദം ഉണ്ടാക്കുമായിരിക്കും, അല്ല വേറെ അവിടെ ആരുമില്ല. ആ മരുഭൂമിയിൽ കിടന്നുറങ്ങുമ്പോഴും അവൻ ആ ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരു കർത്താവിനെ കാണുവാൻ അവൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ആ ശക്തിയുള്ള വചനമാണ്. ഹല്ലേലൂയ യാക്കോബിനെ ഹല്ലേലൂയ ആ പദ്ദനാരാമിൽ കൊണ്ടുപോകുന്നതും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഒന്നുമില്ലാതൊരു വടിയോടുകൂടി മാത്രം കടന്നുപോയ യാക്കോബ് 2 കൂട്ടമായി, 2 ഭാര്യമാര്, 2 വെപ്പാട്ടികൾ, അതുമാത്രമല്ല 12 മക്കള്, ഇങ്ങനെ എല്ലാവരുമായിട്ട് അവന് മടങ്ങി വരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ എന്തൊരു ജീവിതത്തിലെ സന്തോഷം അവൻ്റെ ജീവിതത്തിലെ. ഹല്ലേലൂയ ആടുമാടുകൾ, ദാസിദാസന്മാരെല്ലാമായിട്ട് അവന് മടങ്ങി വരുവാനിടയായിത്തീർന്നു. അവൻ പറയാം, ഞാനൊരു വടിയോടുകൂടി മാത്രമല്ലേ ഞാൻ ഈ യോർദാൻ കടന്നത്, ഒരു വടി മാത്രമേ അവൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, ഒന്നുമില്ല. ഹല്ലേലൂയ അങ്ങനെ പോകുന്നതായ യാക്കോബിനെ കണ്ട ഒരു കർത്താവ് ഹല്ലേലൂയ അവൻ്റെ കണ്ണൊന്ന് തുറന്നപ്പോൾ ഹല്ലേലൂയ കാണേണ്ടതെന്ന് കാണുവാൻ, നമുക്ക് ആ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്
നമ്മുടെ കണ്ണുകളെ തുറക്കണമെന്നാണ് 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണൊന്ന് തുറന്നെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും കാണേണ്ട നന്മകളെല്ലാം കാണുവാൻ നമുക്കിടയാക്കി തീർക്കും. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും, നിത്യജീവനെ അവകാശമാക്കുമെന്ന് മത്തായി 19:29 പറയുന്നുണ്ട്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ഹല്ലേലൂയ. ആ മനുഷ്യപുത്രൻ ഹല്ലേലൂയ അവന് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഹല്ലേലൂയ എല്ലാവരെയും ന്യായം വിധിക്കുമ്പോൾ നിങ്ങളും ഹല്ലേലൂയ ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഹല്ലേലൂയ ജീവിതത്തിൽ ഇനി കടന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകുമെന്ന് മത്തായിയുടെ സുവിശേഷം 20:16 നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ വലത്ത് ഇടത്ത് ഇരുപ്പാൻ വരം നൽകുന്നത് എൻ്റെതല്ല, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നോ അവർക്ക് ലഭിക്കും. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നല്ലോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ 2 പേരായി എത്തിപ്പെട്ടാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാമെന്ന് പറഞ്ഞ കർത്താവ് ഏകാഗ്രതയോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾ എന്തു തന്നെ ആയാലും, ഏത് വേദനിക്കുന്ന അനുഭവമായാലും ഹല്ലേലൂയ അതിന് മറുപടി തരുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിവുണ്ട്. ഹല്ലേലൂയ. നീ സൽഗുണപൂർണ്ണൻ ആകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം നമുക്കറിയാം ധനവാന്മാരെല്ലാം സ്വർഗത്തിൽ പോകുന്നത്. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്ന തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് യാചിച്ചാലും അത് തരുവാൻ തക്കോണം ദൈവത്തിന് ഹല്ലേലൂയ കഴിവുണ്ടെന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതാകുന്നു വലിയതും ഒന്നാമത്തെ കൽപ്പന, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഒരുത്തൻ അത്രയേ നിങ്ങളുടെ ഗുരു. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ആ ദൈവം പറഞ്ഞിരിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, ദൈവത്തെ സേവിക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, തിരുവചനം വായിക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, എല്ലാം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ എല്ലാ മഹത്വവും നമ്മൾക്കൂടെ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും. ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഹല്ലേലൂയ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ കാലത്തിലെ കഷ്ടങ്ങൾ കഴിഞ്ഞ ശേഷം ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. ഹല്ലേലൂയ. ആ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഹല്ലേലൂയ. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാകള ധ്വനിയോടുകൂടെ അയക്കും. അവൻ തൻ്റെ ദൂതന്മാരെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിന്നും കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. 4 ദിക്കിന്നും കൂട്ടിച്ചേർക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. ആ തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഹല്ലേലൂയ കാണുവാൻ തക്കോണം ഹല്ലേലൂയ നമുക്കിടയാക്കി തീർക്കുന്ന അനുഭവം. ഹല്ലേലൂയ. ആ സ്വർഗീയ അനുഭവം കാണുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കുന്ന സ്വർഗീയ അനുഭവം. ആ പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്നത്, തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയൻ പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശ
കർത്താവ് ഹല്ലേലൂയ തേജസ്സോടുകൂടി വരുമ്പോൾ ഹല്ലേലൂയ ആ വാനമേഘത്തിൽ നമ്മളെയും ചേർക്കുവാനാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ അതെത്ര ഭാഗ്യമാണ് ആ തേജസ് കാണുന്നത്. ഹല്ലേലൂയ ആ തേജസ്സോടുകൂടി അവനോട് വാഴുവാൻ ഭാഗ്യം ലഭിച്ചത് എത്ര ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. മത്തായി 24:35 അങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഹല്ലേലൂയ നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുൻപിൽ കൂട്ടും. ഹല്ലേലൂയ സകല ജാതികളെ അവൻ്റെ മുൻപിൽ കൂട്ടും. ഹല്ലേലൂയ സകല ജാതികൾ അവൻ്റെ മുൻപിൽ ഹല്ലേലൂയ വരുവാനിടയായി തീരും. ഹല്ലേലൂയ അതുകൊണ്ട് നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് എപ്പോൾ വന്നാലും ഹല്ലേലൂയ ഒരുങ്ങിയിരിക്കുവാൻ തൊക്കണം. ഹല്ലേലൂയ നമുക്ക് അവനോടുകൂടെ വാഴുവാൻ, അവനോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ, അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ടവർക്ക് മാത്രമേ അവനോടുകൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവനോടുകൂടെ ജീവിച്ചവർക്ക് മാത്രമേ അവനോടുകൂടെ വാഴാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ നമുക്കറിയാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ഹല്ലേലൂയ കർത്താവിനോടുകൂടി ഹല്ലേലൂയ ചേർന്ന് ഹല്ലേലൂയ ജീവിക്കുന്ന അവന് കർത്താവിനെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ അവനോടുകൂടെ ഹല്ലേലൂയ അവൻ എടുക്കപ്പെടുവാനും വാഴുവാനും പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ആ വചനം വിശ്വസിക്കുകയും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ വചനത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 16:16 പറയുന്നുണ്ട്. ഹല്ലേലൂയ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. ആരും ആ ശിക്ഷാവിധിയിൽ അകപ്പെടുവാനിട വരുത്തരുത്. ഹല്ലേലൂയ ആ കർത്താവിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ഹല്ലേലൂയ പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാകുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ അപ്പോൾ ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന വീട് കാറ്റടിച്ചാലും ഹല്ലേലൂയ കൊടുങ്കാറ്റ് വന്നാലും അത് വീണു പോകത്തില്ല. ഏത് വേദനകൾ നിറഞ്ഞ അനുഭവങ്ങൾ കൂടെ അത് ഒലഞ്ഞാലും ഹല്ലേലൂയ അത് തകർന്നു പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അത് ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നതായതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മൾ ഹല്ലേലൂയ അടിസ്ഥാനപ്പെട്ടവരായി തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിനെ അനുസരിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഹല്ലേലൂയ ജീവിച്ച് ആ നിത്യതയിൽ അവനോടുകൂടെ വാഴുവാൻ തൊക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ അതുമാത്രമല്ല ശക്തിയുള്ള വചനത്തിൽ ഹല്ലേലൂയ സകല മനുഷ്യരെയും വഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മളെയും നമ്മുടെ വിഷയങ്ങളെയും നമ്മുടെ വേദനകളെയും എല്ലാം അവൻ്റെ വചനത്തിൽ വഹിച്ചിട്ടുണ്ട്. അയ്യോ എൻ്റെ തലമുറയുടെ കാര്യങ്ങൾ എന്താകും? ഹല്ലേലൂയ ആ തലമുറയുടെ കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ഹല്ലേലൂയ കർത്താവേ ആ നിൻ്റെ വചനത്തിൽ അവരെ ഒന്ന് വഹിക്കുമാറാകണമേ. തീർച്ചയായിട്ടും പറയുമ്പോൾ ആ വചനത്തിൽ അവരെ വഹിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും അവന് മറവല്ല, അവൻ്റെ കണ്ണിന് മറവല്ല. അവൻ്റെ കണ്ണിന് ഹല്ലേലൂയ സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുന്ന ഹല്ലേലൂയ അതുകൊണ്ട് സകലത്തെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ എല്ലാ വിഷയങ്ങളും അവൻ്റെ വചനത്തിൽ ഹല്ലേലൂയ വഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ അവൻ്റെ വചനത്തിന് അതിൻ്റെ അത്രമാത്രം ശക്തിയുണ്ട്. ഹല്ലേലൂയ വചനം ദൈവമായിരുന്ന ഹല്ലേലൂയ അപ്പോൾ ആ വചനത്തിലാണ് നമ്മൾ വഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ ആ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ ആ വചനമാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത്. ഹല്ലേലൂയ മറ്റുള്ളവരെ കേൾപ്പിക്കാതിരുന്നാൽ അവർ ഹല്ലേലൂയ ഒരുപക്ഷേ ഹല്ലേലൂയ ആർക്കും ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകും. ഹല്ലേലൂയ വേദന നിറഞ്ഞ അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ എല്ലാം മറന്നു പോകും. ഹല്ലേലൂയ എന്നാൽ ഇന്ന് പകൽക്കാലം തകർന്നു പോകരുത്, താണു പോകരുത്. ഹല്ലേലൂയ വേദനകൾ ആയി പോകരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഈ വചനത്തിൽ നമ്മളെ എല്ലാവരെയും വഹിക്കും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കോണം, ജയം പ്രാപിപ്പാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഏത് പ്രയാസമുള്ള കാര്യങ്ങളും ഹല്ലേലൂയ ഏത് ഭാരമുള്ള വിഷയങ്ങളും ഈ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുമെന്ന് ഹല്ലേലൂയ തീർച്ചയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ആ വചനത്തിൽ നമ്മൾ ആശ്രയിച്ചുറച്ച് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഹല്ലേലൂയ ഈ പകൽ സമയത്തിനായി സ്തോത്രം. നിൻ്റെ മക്കളാടിങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏത് വേദന നിറഞ്ഞ അനുഭവങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നത്. ജോലിയില്ലാത്ത ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ വചനം കേൾക്കുമ്പോൾ
തന്നെ സകലത്തെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്ന ദൈവമേ, നീ അവരെ വഹിക്കുമാറാകണമേ. വേദനകൾ അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ശ്വാസം മുട്ടലുകൾ അനുഭവിക്കുന്നവർ, കണ്ണുനീരോടുകൂടി ആയിരിക്കുന്നവർ, രോഗത്താൽ ഹല്ലേലൂയ കർത്താവെ കൊറോണ ബാധിച്ച് വേദനയിൽ കഴിയുന്നവർ, ആശുപത്രി അഭയം പ്രാപിച്ചിരിക്കുന്നവർ, എത്രയോ പേര് കർത്താവെ കണ്ണുനീരോടുകൂടി ഹല്ലേലൂയ ഇരിക്കുന്നു കർത്താവെ. അവരെല്ലാം നീ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് ഹല്ലേലൂയ. എത്രയോ പേർക്ക് അന്യോന്യം കാണാൻ കഴിയാതെ വേദന അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം വിടുവിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് അതിനെല്ലാം മറുപടി അയച്ചു കൊടുക്കും ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ വിശ്വസിക്കാം ഹല്ലേലൂയ. അവൻ പറഞ്ഞ വാക്ക് വള്ളിയും പുള്ളിയും മാറിപ്പോകത്തില്ല, ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവൻ്റെ വചനത്തിന് വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാം. ദൈവത്തിൻ്റെ മാത്രമല്ല ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നമ്മളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞ തിരുവചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഏത് വിഷയമായാലും അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹല്ലേലൂയ. അവ നിങ്ങളുടെ ഫോൺ നമ്പർ ഹല്ലേലൂയ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പറയുക. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കർത്താവ് മറുപടി അയക്കും ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.